എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ സെൽഫ് ബയാസ് സർക്യൂട്ട്. സെൽഫ് ബയാസ് സർക്യൂട്ടിൻ്റെ എക്സ്പ്ലനേഷനാണ് ചോദിക്കുന്നത്, 3 മാർക്കിനാണ്. അപ്പോൾ ഏതൊരു സെൽഫ് ബയാസ് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ ക്യൂ പോയിന്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്ത് വെക്കുന്നത് നമ്മൾ എക്സ്ട്രാ വോൾട്ടേജ് ഒന്നും കൊടുക്കാതെ ഡയറക്റ്റ് ആയിട്ട് ആ റെസിസ്റ്ററും കപ്പാസിറ്ററൊക്കെ നെറ്റ്വർക്കാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ഈ ക്യൂ പോയിന്റ് ഫിക്സ് ആവുന്നത് ആരാ, നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ DC വോൾട്ടേജ് കാരണമൊന്നുമല്ല. അതുകൊണ്ടാണ് ഇതിന് വെറും ട്രാൻസിസ്റ്ററും RC നെറ്റ്വർക്കും ആണ് ക്യൂ പോയിന്റിനെ ഫിക്സ് ചെയ്യുന്നതെങ്കിൽ ആ തരത്തിലുള്ള സർക്യൂട്ടുകൾ വിളിക്കുന്ന പേരാണെന്ത്, സെൽഫ് ബയാസ് സർക്യൂട്ട്. അപ്പോൾ നമ്മളൊരു സെൽഫ് ബയാസ് സർക്യൂട്ടിൻ്റെ ഫിഗർ വരച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഒരു സെൽഫ് ബയാസ് സർക്യൂട്ടിൻ്റെ ഫിഗർ വരച്ചുകൊണ്ട് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. നോക്കടാ, ഞാനിവിടെ സെൽഫ് ബയാസിന് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ടാട്ടോ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനൊരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് വരച്ചു. എല്ലാവരും എൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യാം, സർക്യൂട്ടൊക്കെ വരച്ച് വരിക. പ്ലസ് VCC, RC, RE, R2, R1. ഓക്കെ, ഇതൊരു സെൽഫ് ബയാസ് സർക്യൂട്ടാണ്. അപ്പോൾ ഈ ഒരു സെൽഫ് ബയാസ് സർക്യൂട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ അത് എങ്ങനെയാണ് ഈ ക്യൂ പോയിന്റ് ഫിക്സ് ആവണമെന്നുള്ളത്. ഓക്കെ, അതാണ് ഇനി നോക്കാനുള്ളത്. ഒന്ന് നോക്കിക്കേ, ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ പറയാൻ പോകുന്നത്. മക്കളെ, ക്യൂ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ ആക്റ്റീവ് റീജിയൻ്റെ മിഡിലിൽ വരുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പ്രോപ്പറായിട്ട് ആംപ്ലിഫിക്കേഷൻ ഒക്കെ ചെയ്യാനുള്ള മെത്തേഡ്. അപ്പോൾ ക്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, ഇറ്റ് ഇസ് എ ലോക്കസ് ഓഫ് കളക്ഷൻ അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് പോയിന്റ്സ് ആണ്. ആ കോർഡിനേറ്റ്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ എന്താ, VCൻ്റെയും ICൻ്റെയും വാല്യൂ മാറുന്നതിനനുസരിച്ച് ഉണ്ടാകുന്ന കളക്ഷൻ ഓഫ് പോയിന്റുകൾ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഒരു ലൈന്. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ആക്ച്വലി ക്യൂ പോയിന്റ്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സംഭവം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ മക്കളെ, നമ്മളിവിടെ ഇതിൻ്റെ ഒരു തെവനിൻ അനാലിസിസ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു R2 നിർക്കും. അപ്പോൾ ബയാസിങ് ഫോർ, അപ്പോൾ എന്തിനാ ചെയ്യുന്നതെന്നുള്ള ഒന്ന് എഴുതി തുടങ്ങാം. ബയാസിങ് ഈസ് ഡൺ ഫോർ ഫിക്സിങ് ക്യൂ പോയിന്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പോയിന്റ്. അതിനെ വിളിക്കുന്ന വേറെ പേരാണിത്, ഓപ്പറേറ്റിംഗ് പോയിന്റ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ബയാസിങ് ചെയ്യുന്നത്. അപ്പോൾ ബയാസിങ് ചെയ്യുമ്പം എന്തുകൊണ്ടാണ് ഇതിനെ സെൽഫ് ബയാസ് എന്ന് വയ്ക്കുന്നത്, വിത്തൗട്ട് എനി എക്സ്റ്റേണൽ വോൾട്ടേജ് സോഴ്സ്. നമുക്ക് റെസിസ്റ്ററും കപ്പാസിറ്ററൊക്കെ യൂസ് ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യാം, ഇതിൻ്റെ ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്യാം. ദ സെൽഫ് ബയാസിങ് refers this circuit is capable of fixing Q point without external DC sources, DC voltage sources. Okay, എക്സ്റ്റേണൽ DC വോൾട്ടേജ് സോഴ്സ് ഒന്നും ഇല്ലാതെ തന്നെ ഇതിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ക്യൂ പോയിന്റിനെ ഫിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്, ഈ പറയുന്ന സെൽഫ് ബയാസിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ക്യൂ പോയിന്റ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ VCEയും ഉണ്ട് ICയും ആണ്, വോൾട്ടേജും കറണ്ടും. അപ്പോൾ നമ്മളൊരു VCE ICൻ്റെ ഒരു ഗ്രാഫ് വരച്ച് കാണിച്ചു തരാം, ഔട്ട്പുട്ട് കർവ് എവിടെയാണ് ഈ ക്യൂ പോയിന്റ് വരുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇവിടെ ഇവിടെ IC, ഇവിടെ VCE. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ IC = 0 ആകുമ്പോൾ VCE = VCC, അതേപോലെ VCE = 0 ആകുമ്പോൾ IC = എന്താ, VCC. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ പോയിന്റുകളാക്കി എടുക്കുന്നത്, VCCയും VCC/RC, IC എന്ന് പറഞ്ഞാൽ VCC/RC. ഓക്കെ, അപ്പോൾ നമ്മൾ 2 പോയിന്റുകൾ കിട്ടും, 2 അറ്റത്തും. ആ 2 അറ്റത്തുള്ള പോയിന്റിനെ നമ്മൾ എന്ത് ചെയ്യും, കൂട്ടി വരയ്ക്കും.
ഇതാണെന്ത് ഡി സി ലോഡ് ലൈൻ. ഈ ഡി സി ലോഡ് ലൈനും നമ്മളുടെ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇതാണെന്ത് ക്യൂ പോയിന്റ്. ഇവിടെ വി സി സി ബൈ ആർ സി വരും, ഇവിടെ വി സി സി വരും, ഇത് 0 പോയിന്റ്, ഐ ബി ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂസ് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ മക്കളെ നോക്കടാ ഇതെങ്ങനെ ഇനി ചെയ്യുന്നതെന്ന്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ VR2 വോൾട്ടേജ് അക്രോസ് R2, വോൾട്ടേജ് അക്രോസ് R2 അതിനെ വിളിക്കുന്ന പേരാണെന്ത് VR2 helps to put Q point in the middle of active region, in the middle of active region. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ VR2 കണ്ടുപിടിക്കണം. VR2 കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ബൈ യൂസിങ്, ശരിക്കും ഇത് തെവനിൻസ് തിയറം ആണ് കേട്ടോ. യൂസിങ് തെവനിൻസ് തിയറം, ദ വോൾട്ടേജ് ഡിവൈഡർ ഇക്വേഷൻ. മക്കളെ ഈ വോൾട്ടേജ് ഡിവൈഡർ ഇക്വേഷൻ എന്തായിട്ടാണ് മാറുന്നത് നോക്കിക്കേ. വോൾട്ടേജ് ഡിവൈഡർ ഇക്വേഷൻ VR2 എന്ന് പറയുന്നത് അവിടുത്തെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജ് VCC ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഓക്കെ, ഇത് തന്നെയാണ് എന്ത് VTH എന്ന് പറയുന്നത്. അതേപോലെ RTH തെവനിൻസ് റെസിസ്റ്റൻസ്, അതിൻ്റെ വാല്യൂ എന്താ വരിക R1 പാരലൽ R2. ഓക്കെ, R1 പാരലൽ R2. ഇനി ഇതുപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ബാക്കി സർക്യൂട്ടുകളൊക്കെ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഇക്വലൻ്റ് വരയ്ക്കണം. ആ ഇക്വലൻ്റ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ബാക്കി സാധനങ്ങളൊക്കെ വരയ്ക്കുന്നത് കേട്ടോ. നോക്കടാ, ഇനി ഇതിൽ ഈ തെവനിൻസ് വോൾട്ടേജും തെവനിൻസ് റെസിസ്റ്റൻസും യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇക്വലൻ്റ് സർക്യൂട്ട് വരയ്ക്കാം. ആ സർക്യൂട്ട് എങ്ങനെ വരും നോക്കിക്കേ. വളരെ എളുപ്പത്തിൽ വരയ്ക്കാവുന്ന ഒരു സർക്യൂട്ടാണ്. ആ സർക്യൂട്ട് ഒന്ന് നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ തെവനിൻസ് വോൾട്ടേജ് നമ്മൾ VR2 എന്നൊക്കെ മാറ്റിയിട്ട് VTH, തെവനിൻസ് റെസിസ്റ്റൻസ് RTH, ഇത് തന്നെയാണ് RB കേട്ടോ. ഇതിന് വേണമെങ്കിൽ നമുക്ക് RB എന്നും വിളിക്കാം. ഇവിടെ ആര് വരും, ഗ്രൗണ്ട് ചെയ്യും, RE, ഇവിടെ RC. ഓക്കെ, പ്ലസ് VCC. മക്കളെ ഇവിടുത്തെ വോൾട്ടേജ് VCE, ഇവിടുത്തെ വോൾട്ടേജ് VBE. എടാ നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻസ് എഴുതുന്ന സമയത്ത് ഇതൊരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ജസ്റ്റ് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പോകുന്നില്ല. ബൈ യൂസിങ് തെവനിൻസ് തിയറം. അപ്പോൾ നമ്മളിവിടെ KVL അപ്ലൈ ചെയ്യാം. അപ്ലൈ KVL ഫോർ ഇൻപുട്ട് ലൂപ്പ്. ഇൻപുട്ട് ലൂപ്പിൽ KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ICൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് IC ഈക്വൽ ടു VTH മൈനസ് VBE ഡിവൈഡഡ് ബൈ RE പ്ലസ് RTH ഡിവൈഡഡ് ബൈ ബീറ്റ പ്ലസ് 1. ഇതാണ് എന്ത് വരിക, ഇതിൻ്റെ ഫൈനൽ ഇക്വേഷൻ വരിക, IC കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ നമ്മളെ കോർഡിനേറ്റുകൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഇതിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ, REൻ്റെ വാല്യൂ വെരി മച്ച് ഗ്രേറ്റർ ദാൻ RTH ബൈ ബീറ്റ പ്ലസ് 1. എന്തിനാ അങ്ങനെ ചൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കിട്ടിയ ഇക്വേഷൻ ഈ കിട്ടിയ ഇക്വേഷൻ എന്താക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻഡിപെൻഡൻ്റ് ഓഫ് ബീറ്റ ആക്കി മാറ്റും. വിച്ച് ഹെൽപ്സ് IC ഇൻഡിപെൻഡൻ്റ് ഓഫ് ബീറ്റ, അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ പാരാമീറ്റർ റിസോൾവ് ചെയ്യും സ്റ്റെബിലിറ്റി ഇഷ്യൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ലാഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടാവില്ല. സ്റ്റെബിലിറ്റി ഇഷ്യൂ.
ക്ലിയർ ആണോ? നമ്മൾ ഓരോ സ്റ്റെപ്പും ചെയ്യുന്നത് എന്തിനാന്നുള്ളത് നിങ്ങൾക്ക് നല്ല വ്യക്തത വേണം കേട്ടോ. ഇതേപോലെ അപ്ലൈ KVL ഫോർ ഔട്ട്പുട്ട് ലൂപ്പ്. ഔട്ട്പുട്ട് ലൂപ്പിൽ KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഇക്വേഷനാണ് എന്ത്? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള VCൻ്റെ ഇക്വേഷൻ. VCE ഈക്വൽ ടു VCC. അതെങ്ങനെ കിട്ടുന്നതെന്ന് ഞാൻ എഴുതുന്നില്ല, ജസ്റ്റ് എഴുതി വെക്കാന്നുള്ളൂ. VCC മൈനസ് IC ഇൻറ്റു RC പ്ലസ് RE. RC പ്ലസ് RE. ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് എന്ത് തരും? Q പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് തരും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പം ഈ സെൽഫ് ബയാസിങ് സർക്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിന് വ്യത്യസ്ത കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം എന്ന് പറഞ്ഞാൽ എന്താ? ഫിക്സിങ് ഓഫ് Q പോയിന്റ് എന്ന് പറഞ്ഞാൽ വെരി ഈസി. രണ്ടാമത്തെ കാര്യം, തെർമൽ റണ്ണവേക്കെതിരെ നന്നായിട്ട് ഇതെന്ത് ചെയ്യും? പിടിച്ചു നിൽക്കാനുള്ള കഴിവുണ്ട്. സ്റ്റെബിലിറ്റി മൂന്നാമത്തെ കാര്യം. ഈ 3-4 കാര്യങ്ങളുള്ളത് കാരണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളുടെ സർക്യൂട്ട് ആംപ്ലിഫയറിലും കാര്യത്തിലൊക്കെ നമ്മൾ എപ്പോഴും എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഈ പറഞ്ഞ സെൽഫ് ബയാസിങ് സർക്യൂട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളോട് ആരെങ്കിലും ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ICയും VCയും കണ്ടുപിടിക്കുന്ന ഇക്വേഷൻസ് ഒബ്റ്റെയിൻ ചെയ്ത് കൊടുക്കുക. റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ICൻ്റെയും VCൻ്റെയും ഇക്വേഷൻസ് കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? Q പോയിന്റ് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ ഇതിൻ്റെ വർക്കിംഗ് എന്താക്കാൻ പറ്റുള്ളൂ? നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് Q പോയിന്റിന് നമുക്ക് നിർത്താൻ പറ്റുള്ളൂ, ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് പോയിന്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് DC ആൻഡ് AC ലോഡ് ലൈൻസ്. DC ലോഡ് ലൈനിൻ്റെയും AC ലോഡ് ലൈനിൻ്റെയും സഹായത്തോടു കൂടി എന്ത് ചെയ്യുക? ഓപ്പറേറ്റിംഗ് പോയിന്റിൻ്റെ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ വൈ ഈസ് വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് സുപ്പീരിയർ ടു അതർ ബയാസിങ് സർക്യൂട്ട്. അതാണ് നെക്സ്റ്റ്. എന്തുകൊണ്ടാണ് വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് മറ്റ് ബയാസിങ്ങുകളെക്കാളും വളരെ മികച്ചതാണ് നമ്മൾ പറയാനുള്ള റീസൺ. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണല്ലോ? അപ്പോൾ ആദ്യം തന്നെ ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്താണെന്നുള്ളത് പറയാം. ഓപ്പറേറ്റിംഗ് പോയിന്റ്, ഓക്കെ, ഓപ്പറേറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന വേറെ പേരാണ് Q പോയിന്റ്. അതല്ലെങ്കിൽ അതിനെ വിളിക്കുന്നത് എന്താ? ക്വിസന്റ് പോയിന്റ്. QUEIES, ക്വിസന്റ് പോയിന്റ്. ഓക്കെ, ഈ 3 പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. Q പോയിന്റ് അല്ലെങ്കിൽ ക്വിസന്റ് പോയിന്റ് എന്ന് പറയാം, അതും അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പോയിന്റ്. ഇതെവിടെ വരയ്ക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സാണ്. ഓക്കെ, ഈസ് എ പോയിന്റ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ പോയിന്റ് ഓൺ ദ ട്രാൻസിസ്റ്റർ ക്യാരക്ടറിസ്റ്റിക്സ്. ട്രാൻസിസ്റ്റർ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ഇത് ട്രാൻസിസ്റ്റർ ക്യാരക്ടറിസ്റ്റിക്സിലാണ് ഉണ്ടാവുക. ദാറ്റ് ഡിഫൈൻസ് the DC operating condition, the DC operating condition when no input signal is given. ഓക്കെ, ഇൻപുട്ട് സിഗ്നലുകളൊന്നും കൊടുക്കാത്ത സമയത്ത് അതിൻ്റെ ഓപ്പറേറ്റിംഗ് പോയിന്റിൻ്റെ സ്വഭാവം നിർണ്ണയിക്കുന്ന ആളാണ് ആര്? ഈ ഓപ്പറേറ്റിംഗ് പോയിന്റ് Q പോയിന്റ് എന്ന് പറയുന്നത്. അതിൻ്റെ Q പോയിന്റ് കോർഡിനേറ്റ്സ്. Q പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് കോർഡിനേറ്റ്സ് നോക്കിക്കേ. അതിൻ്റെ കോർഡിനേറ്റ്സ് വരുന്നത് VCE ആണ് ഒരു കോർഡിനേറ്റ്, അടുത്ത ആരാ? IC. അപ്പോൾ ഇത് വരയ്ക്കുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്നു. എവിടെയാ? ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കാം. ഓക്കെ, ഇവിടെ VCE മാർക്ക് ചെയ്തു വോൾട്ടിൽ, ഇവിടെ IC മാർക്ക് ചെയ്തു മില്ലി ആംബിയറിൽ. ഇവർ രണ്ടാളും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ബാക്കി കണ്ടീഷൻസ് ഒക്കെ വരയ്ക്കാം. IB, ഓക്കെ, IBൻ്റെ വ്യത്യസ്ത വാല്യൂസ് IBക്ക് കൊടുത്തപ്പോൾ ഉള്ളതാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ Q പോയിന്റ് വരയ്ക്കണം. ഓക്കെ, ഇതിൻ്റെ Q പോയിന്റ് എന്ന് പറയുമ്പോൾ
കുറച്ചുകൂടി നീട്ടി വരയ്ക്കല്ലേ. ഇവിടെ VCC/RC, ഇവിടെ VCC. ഇതാണ് DC ലോഡ് ലൈൻ. DC ലോഡ് ലൈൻ. ഇതേ രീതിയിൽ തന്നെയാണ് ആരും വരുന്നത്, AC ലോഡ് ലൈനും വരും കേട്ടോ. AC ലോഡ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിലൂടെ കടന്നു പോട്ടെ. AC ലോഡ് ലൈൻ കുറച്ചുകൂടെ സ്റ്റീപ്പർ ആയിരിക്കും. അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് സ്ലോപ്പ് പ്രപ്പോർഷണൽ ടു 1/RL-. 1/RL-. അതായത് അതിൻ്റെ സ്ലോപ്പ് എന്തിന് പ്രപ്പോർഷണൽ അല്ല, നമ്മൾ സാധാരണ എടുക്കുന്ന രീതിയിലൊന്നുമല്ല ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ DC ലോഡ് ലൈൻ എന്താ, AC ലോഡ് ലൈൻ എന്താ എന്നുള്ളത് പറയാം. ഇപ്പോൾ ക്യൂ പോയിന്റ് എന്താണെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ക്യൂ പോയിന്റ് മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ വർക്കിങ്ങിൽ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും കേട്ടോ. അപ്പം all the biasing circuits DC biasing circuits are tried to fix the Q point. അപ്പോൾ എല്ലാ DC ബയാസിങ് സർക്യൂട്ടുകളും എന്താ, നമ്മളുടെ ക്യൂ പോയിന്റിനെ ഫിക്സ് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ക്യൂ പോയിന്റ് എന്ന് പറയുന്നത് എന്താ, DC ലോഡ് ലൈൻ മീറ്റ്സ് IV ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രാൻസിസ്റ്റർ. അതല്ലെങ്കിൽ ഇതിൻ്റെ DC ലോഡ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ, ശരിക്കും അതൊരു കളക്ഷൻ ഓഫ് പോയിന്റ്. അപ്പം നമ്മൾ നെക്സ്റ്റ് എഴുതേണ്ടത് എന്താ, DC ലോഡ് ലൈൻ എന്താന്നുള്ളതാണ്. എഴുതിക്കോ, DC ലോഡ് ലൈൻ. ഓക്കെ, DC ലോഡ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെപ്രസെൻറ്റ്സ് എന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഓൾ പോസിബിൾ കോമ്പിനേഷൻ ഓഫ് VCE and IC. VCയും ICക്കുള്ള വ്യത്യസ്ത കോമ്പിനേഷൻസ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ലൈനിനെ വിളിക്കുന്ന പേരാണ് എന്ത്, DC ലോഡ് ലൈൻ. ബേസ്ഡ് ഓൺ സപ്ലൈ, DC സപ്ലൈ ആൻഡ് റെസിസ്റ്റൻസ്. DC സപ്ലൈ and resistors. Okay, DC supply and resistors. VCE equal to, and equations ഉണ്ട് കേട്ടോ. This is obtained from equations of biasing circuits. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു ബയാസിങ് സർക്യൂട്ടിൻ്റെ ഇക്വേഷൻ ഇവിടെ എഴുതി വെക്കാം. VCE ഈക്വൽ ടു VCC മൈനസ് ICRC. നമുക്ക് ഓരോരോ ബയാസിങ് സർക്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോഴും വ്യത്യസ്ത തരത്തിലുള്ള ഇക്വേഷൻസ് ആയിരിക്കും വരിക. അതുപോലെ ICക്കും ഇക്വേഷൻ ഉണ്ട്. IC ഈക്വൽ ടു VCC മൈനസ് VBE ഡിവൈഡഡ് ബൈ RC പ്ലസ് RB എന്നൊക്കെ പറഞ്ഞുള്ള RE എന്നൊക്കെയുള്ള ഇക്വേഷൻസ് ഉണ്ട് കേട്ടോ. RB പ്ലസ് RE. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഈ പറയുന്ന ക്യൂ പോയിന്റുകളൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞിട്ടുള്ളത്? നെക്സ്റ്റ് ഇതേ രീതിയിൽ AC ലോഡ് ലൈൻ. AC ലോഡ് ലൈനും ഈ പറഞ്ഞ പോലെ തന്നെ അതൊരു VCCയും ICയും തമ്മിലുള്ള ലൈൻ തന്നെയാണ്. when an AC signal is superimposed the AC load line
comes to play. Into play. അപ്പോൾ നമ്മൾ ഒരു ഇതുവരെ ഡി സി ലോഡ് ലൈൻ വരയ്ക്കുമ്പോൾ അവിടെ എ സി ഇൻപുട്ട് എന്താ? വിത്ത് നോ എ സി ഇൻപുട്ട്. നോ ഇൻപുട്ട് എ സി സിഗ്നൽ. നമ്മൾ ഇൻപുട്ട് സിഗ്നൽ ഒന്നുമില്ല. പക്ഷേ എ സി ലോഡ് ലൈൻ വരയ്ക്കുന്ന സമയത്ത് ആ ഡി സിൻ്റെ മുകളിലൂടെ പുതിയ ഇൻപുട്ട് സിഗ്നൽ വരികയാണ്. അങ്ങനെ ഇൻപുട്ട് സിഗ്നൽ വരുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും? ഒരു ഡൈനാമിക് ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് അതാണ്, ഒന്ന് എഴുതി വെച്ചോ. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ഡൈനാമിക് റെസ്പോൺസ് of the transistor and usually has a different slope. അതിന് വ്യത്യസ്ത സ്ലോപ്പാണ് ഉണ്ടാവുക, ഡിഫറെൻറ്റ് സ്ലോപ്പ്. നമ്മൾ ഡി സി ലോഡ് ലൈനിനെ പോലെയുള്ള സ്ലോപ്പല്ല, ചെറുതായിട്ടൊരു മാറ്റമുള്ള സ്ലോപ്പാണ് ഉണ്ടാവുക. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ സ്ലോപ്പ് ഓഫ് എ സി എന്ന് പറയുന്നത് എന്താ? 1/-1/RAC. ഓക്കെ, RAC എന്ന് പറയുന്നത് വെരി മച്ച് ലെസ് ദാൻ RC ആണ്. അപ്പോൾ ഈ സ്ലോപ്പ് ഇനി ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സിഗ്നിഫിക്കൻസ് ഓഫ് ക്യൂ പോയിന്റ്. ക്യൂ പോയിന്റിൻ്റെ സിഗ്നിഫിക്കൻസ്. ഓക്കെ, നോക്കി നോക്കിയടാ എന്തൊക്കെയാണ് ക്യൂ പോയിന്റിൻ്റെ സിഗ്നിഫിക്കൻസ്. ദ ഇൻ്റർസെക്ഷൻ ഓഫ്, ഫസ്റ്റ് തന്നെ അതെങ്ങനെ കിട്ടുന്നതെന്നായിരിക്കും. ദ ഇൻ്റർസെക്ഷൻ ഓഫ് ഡി സി ലോഡ് ലൈൻ ആൻഡ് ട്രാൻസിസ്റ്റർ ക്യാരക്ടറിസ്റ്റിക് കർവ്. ട്രാൻസിസ്റ്റർ gives ക്യൂ പോയിന്റ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഡി സി ലോഡ് ലൈനും ട്രാൻസിസ്റ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക് IBക്ക് വ്യത്യസ്ത വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്യാരക്ടറിസ്റ്റിക് കർവും തമ്മിലുള്ള ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് ആണ് എന്ത്? ക്യൂ പോയിന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റോ, എ വെൽ ചോസൺ ക്യൂ പോയിന്റ് എന്ത് ചെയ്തു തരടാ? ക്യൂ പോയിന്റ് എൻഷേഴ്സ്. അതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഷേഴ്സ് ദ ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് ഇൻ ദ ആക്റ്റീവ് റീജിയൻ. ഓക്കെ, ആക്റ്റീവ് റീജിയനിൽ വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് നമുക്ക് ഉറപ്പിച്ച് തരുന്നത് ആരാണ്? ഈ പറയുന്ന ക്യൂ പോയിന്റ് ആണ് കേട്ടോ. ഇനി വൈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റത്തെ ഭാഗം എന്ന് പറയുന്നത് എന്താ? വൈ വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് ഈസ് സുപ്പീരിയർ ടു ഓൾ അതർ ബയാസിങ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എഴുതി വെച്ചോ. വൈ വോൾട്ടേജ് ഡിവൈഡർ biasing is superior to all other biasing. അതിന് 3-4 റീസൺസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ പ്രൊവൈഡ്സ് ബെറ്റർ സ്റ്റെബിലിറ്റി അഗെയിൻസ്റ്റ് ട്രാൻസിസ്റ്റർ പാരാമീറ്റർ, against variation in transistor parameter. അതായത് ഇപ്പോൾ ഒരു സർക്യൂട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ അതിൽ ട്രാൻസിസ്റ്റർ കേടായി എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആ ട്രാൻസിസ്റ്റർ മാറ്റിയിട്ട് വേറെ ട്രാൻസിസ്റ്റർ വെക്കുമ്പോൾ അതിൻ്റെ പാരാമീറ്റേഴ്സ് ചേഞ്ച് ആവും. അപ്പോൾ അങ്ങനെ ട്രാൻസിസ്റ്റർ മാറ്റിയാലും ഇതിൻ്റെ സ്റ്റെബിലിറ്റിക്ക്, ക്യൂ പോയിന്റിൻ്റെ സ്റ്റെബിലിറ്റിക്ക് എന്ത് വരില്ല? മാറ്റങ്ങൾ വരില്ല. അതുകൊണ്ട് തന്നെ അതൊരു ബെറ്റർ ചോയ്സ് ആണ് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് മേക്സ് ദ ക്യൂ പോയിന്റ് സെൻസിറ്റീവ്
ലെസ് സെൻസിറ്റീവ് ടു ടെമ്പറേച്ചർ ചേഞ്ചസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് തെർമൽ റണ്ണവേൻ്റെ ഒക്കെ കേസിൽ സംഭവിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് ഓർത്ത് നോക്കിയേ, മേക്സ് ദ ക്യൂ പോയിന്റ് ലെസ് സെൻസിറ്റീവ് എഴുതിയ മനസ്സിലാവില്ല അത്. ലെസ് സെൻസിറ്റീവ് ടുവേർഡ്സ് ടെമ്പറേച്ചർ ചേഞ്ച്. ഓക്കെ, ടെമ്പറേച്ചർ ചേഞ്ചസ് ആൻഡ് ട്രാൻസിസ്റ്റർ റീപ്ലേസ്മെന്റ്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ വന്നാലും നമുക്ക് എന്ത് വരില്ല, അതിൽ അത്ര മാറ്റം വരില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതല്ലാത്ത സാധനങ്ങളും ഉണ്ട് കേട്ടോ. അതായത് വേറെയും റീസൺസ് ഉണ്ട്, ആ റീസൺസും കൂടി ഒന്ന് എഴുതിച്ചോ. യൂസസ് ടു റെസിസ്റ്റേഴ്സ് R1 and R2 to create stable base voltage. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പോയിന്റുകൾ എന്ത് ചെയ്യൂല, മാറിപ്പോവില്ല. എൻഷുവേഴ്സ് തെർമൽ സ്റ്റെബിലിറ്റി ആൻഡ് കൺസിസ്റ്റൻസി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് പറയാൻ പറ്റുന്നത് കൊണ്ടാണ് എന്ത് പറയുന്നത്, ഈ പറയുന്ന വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് ഒരു സുപ്പീരിയർ ആയിട്ടുള്ള ബയാസിങ് ആണ് പറയാനുള്ള റീസൺ. ക്ലിയർ ആണോ? 4 പോയിന്റുകളാണ്. ബെറ്റർ സ്റ്റെബിലിറ്റി അഗെയിൻസ്റ്റ് വേരിയേഷൻ ഇൻ ട്രാൻസിസ്റ്റർ പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്താലും ക്യൂ പോയിന്റിന് മാറ്റം വരില്ല. രണ്ടാമത്തത്, ക്യൂ പോയിന്റ് ഈസ് ലെസ് സെൻസിറ്റീവ് ടുവേർഡ്സ് ടെമ്പറേച്ചർ ചേഞ്ച്. ഒരുപാട് സമയം നമ്മളുടെ മെഷീൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ട്രാൻസിസ്റ്ററുകൾ ചൂടാവാൻ തുടങ്ങും. ഇങ്ങനെ ചൂടാവുന്ന സമയത്ത് ടെമ്പറേച്ചറിൽ വേരിയേഷൻ വന്നാലും ക്യൂ പോയിന്റിന് മാറ്റം വരില്ല. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താ, ഇതിൻ്റെ ക്യൂ പോയിന്റ് സ്റ്റേബിൾ ആക്കി നിർത്താൻ നമ്മൾ ബേസ് വോൾട്ടേജിനെ ഫിക്സ് ചെയ്യുന്നത് എങ്ങനെ, R1 R2 എന്ന് പറഞ്ഞാൽ 2 റെസിസ്റ്ററുകൾ ഉപയോഗിച്ചിട്ടാണ്. പുതിയതായിട്ട് വോൾട്ടേജ് സോഴ്സിൻ്റെ ആവശ്യമില്ല. ഒരൊറ്റ DC വോൾട്ടേജ് VCC യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ്ങിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബേസ് വോൾട്ടേജിനെ ഫിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ എൻഷുവേഴ്സ് തെർമൽ സ്റ്റെബിലിറ്റി. ഇത്രയും കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന ഈ പറയുന്ന വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് ഈ സുപ്പീരിയർ ടു എനി അതർ ബയാസിങ് സർക്യൂട്ട്സ്.